Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. Your 2024 prediction. നിങ്ങളുടെ 2024 എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് ഈ വർഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, മേജർ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഓൾറൈറ്റ്, സോ ആസ് യൂഷ്വൽ ഞാനിവിടെ 3 ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്, ഓരോ ഗ്രൂപ്പിലും നിങ്ങൾ കാണുന്ന ഏത് കാര്യത്തിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഗ്രൂപ്പ് നമ്പർ 1 ഇവിടെ നിങ്ങൾക്കൊരു ട്രഷർ ബോക്സ് അല്ലെങ്കിൽ ഒരു മാജിക് ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 2 ഒരു കീ ആണ്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3 യൂണിക്കോൺ. ഓക്കെ, സോ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഏതിനോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ഓൾറൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് നമ്പർ 1. Hey, group number 1, your 2024. What major blessings are coming for you? Group number 1. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഗ്രൂപ്പ് നമ്പർ 1, ഈ വർഷം നിങ്ങൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതോ വിലമതിക്കാനാവാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് ഓർ മനസ്സിലാക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളത് മനസ്സിലാക്കാണ്. അത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഇന്നർ ടാലന്റ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവായിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഓർ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് വരുന്നതായിരിക്കാം. അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് മേ ബി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓർ നിങ്ങൾക്കൊരു ജോബ് ഉണ്ടാവുന്നതായിരിക്കാം, ജോബിലേക്ക് വേണ്ടിയിട്ടുള്ള വഴികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു തരുന്നതായിരിക്കാം. സോ അത് എങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം, കൂടുതൽ കണക്ട് ചെയ്യണം, കൂടുതൽ നിങ്ങൾക്ക് അതൊരു ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടുതൽ ഡിസ്കവർ ചെയ്യാനുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കൊരു കാര്യം കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ളതല്ല, ആ ഒരു ടാലന്റ്, ആ ഒരു കണക്ഷൻ, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ആ ഒരു സെർച്ച് മോഡിലാണ് 2024 നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ചില വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ടൈമാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വില മതിക്കാനാവാത്ത എന്തോ ഒരു ഗിഫ്റ്റ് 2024 നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ആകെ ഉണ്ടാവുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് അത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഇന്നർ ടാലന്റ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള തന്നെ കാര്യമാണ്. ഓക്കെ, 2024 നിങ്ങൾ എന്തൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം ഏൺ ചെയ്യുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ വീടായിരിക്കാം, ഓക്കെ, ഓർ പ്രോപ്പർട്ടി വാങ്ങുന്നതായിരിക്കാം, ജോബ് ആദ്യമായിട്ടൊക്കെ ജോലിയിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മെയിൻ മെസ്സേജ്. ഡോണ്ട് റഷ് ഇൻ ടു ഇറ്റ്, അലോ നേച്ചർ ടു ടേക്ക് ഇറ്റ്സ് കോഴ്സ്. ഓൾറൈറ്റ്, സോ 2024 ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ്, ചില കാര്യങ്ങൾ നിങ്ങൾ പേഷ്യന്റ് ആയിരിക്കണം, ചില കാര്യങ്ങൾ സമയമെടുത്ത് സംഭവിക്കുന്ന കാര്യം ഉണ്ടാവുന്നുണ്ട്. സമയമെടുത്ത് നിങ്ങൾ കണ്ടുപിടിക്കണം, സമയമെടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു കോഴ്സിന് ചേരുകയാണ്. ഓക്കെ, നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചേരുകയാണ്. സോ ഓൾ ഓഫ് സഡൻ നിങ്ങൾ പെട്ടെന്ന് അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, അല്ലെ? സോ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് അതിൽ എക്സാംസ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് അതിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കണം. സോ അതൊക്കെ നിങ്ങൾ പാസ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് ആ ഒരു കാര്യത്തിൽ ഈ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ഡെഫിനറ്റ്ലി കണ്ടുപിടിക്കുക അത് എന്താന്നുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അത്ര പ്രഷ്യസ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതുപോലത്തെ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ലൈഫിൽ ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്ത് അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതും കൂടെ നമ്മൾ പഠിക്കണം, അല്ലെ? സോ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ, അല്ലെ? സോ നിങ്ങൾ അത് കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ട്രാൻസ്ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ 2024 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ദൃഷ്ടിയിൽ പെടുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ അത്ര എൻഗേജ്ഡ് ആയിട്ട് നിർത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ പെടുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾ മേ ബി ചില കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ
ഇൻവോൾവ് ആവാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കുറവായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ഓർ നിങ്ങളുടെ ലൈഫിന്റെ ഏതെങ്കിലും ഒരു സിറ്റുവേഷന് നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ എന്തെങ്കിലും ഹെൽത്ത് സിറ്റുവേഷൻ ആയിരിക്കാം. കുറെ കാലത്തിന് ശേഷം നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വന്ന ആളുകളൊക്കെ കണക്ട് ചെയ്യുന്നതായിരിക്കണം, കാണുന്നതായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ കാഴ്ച റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓർ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറെ വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ ജന്മനാ ഉള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ 2024 നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ലക്ഷറിയസ് അല്ലെങ്കിൽ വലിയൊരു വിലമതിക്കാനാവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മാറ്റാൻ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു കളയാനുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു നോളേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഇനി അത് നിങ്ങളുടെ ലൈഫിൽ നടത്തുക എന്നുള്ളതാണ് 2024 നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ അതുപോലത്തെ നിങ്ങൾക്ക് ഇതുവരെ ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യത്തിന്റെ ഒരു സൊല്യൂഷനും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. റിഫ്ലക്ഷൻ, ഗീവ് ഈച്ച് അതർ സം സ്പേസ് അറ്റ് ദ മൊമെന്റ്, ട്രസ്റ്റ് ആൻഡ് ഹാവ് faith that all will work out for the best. Alright, so ഈ രണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ചില കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ടൈം എടുത്തിട്ടാണ് സംഭവിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവണം. ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ചില സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നത്, അത് തന്നെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് വ്യക്തികളിൽ മാത്രമല്ല. ഓക്കെ, സോ ഈവൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും ഓർ ചില കണക്ഷനിൽ വരുന്ന സമയത്തും നിങ്ങൾ സ്പേസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ വളരെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് പോയി നിൽക്കാതിരിക്കുക. ഓക്കെ, ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക. ഒരു ബ്രീത്തിങ് സ്പേസ് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ 2024 നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു ലെസനും അതാണെന്നുള്ളത് മനസ്സിലാക്കുക. Your 2024, what major blessings are coming for you? Let's see. സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് എക്സാക്ട് ഐഡിയ കിട്ടുന്നുണ്ട് ലൈഫിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇനി അത് പ്രാക്ടിക്കാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് 2024 നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. Alright, tip number 1 what I'm hearing is 2024 നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ആ ഒരു വർഷത്തിന്റെ ഒരു ബ്ലെസ്സിങ്ങും ഹെൽപ്പും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഈ ഒരു വർഷം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ഒരു ചില കാര്യങ്ങൾ ഉണ്ടാവും, ചില കാലങ്ങളും നമ്മൾക്ക് ഫേവർ ആയിട്ട് നിൽക്കുന്നത് പോലെ. ഓക്കെ, സോ 2024 ഇസ് ലൈക്ക് യുവർ ഫ്രണ്ട്. നിങ്ങൾ നല്ല ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യും, നിങ്ങൾക്ക് സൊല്യൂഷൻ തരുന്നുണ്ട് 2024. ഓൾറൈറ്റ്, ചില കണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല, നമ്മൾ മിസ്റ്റേക്സ് ചെയ്യുന്ന ആളുകളാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാനും അത് തിരുത്താനും 2024 സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് കിട്ടുന്ന ഒരു വില മതിക്കാനാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലത്തെ ബിഹേവിയർ, ഓക്കെ, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ചില സ്വഭാവങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ചില ഹാബിറ്റ്സ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെ ഇല്ലാത്ത ചില അനക്കങ്ങൾ, കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്ന ഒരു ടൈമാണ് 2024. എസ്പെഷ്യലി നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ, കാഴ്ച, ആക്ഷൻ, ശരീരത്തിലൊരു അനക്കമൊക്കെ നിങ്ങൾ 2024 നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്, ഗെയിൻ ചെയ്യുന്നുണ്ട്. Alright, your 2024 group number 1. Group number 1, your 2024. ചില ആളുകളെ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ചില ഫ്രണ്ട്ഷിപ്പ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2024 നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കണക്ഷൻ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആളുകൾ, ഓക്കെ, നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. മീറ്റ് ചെയ്യുന്ന ആളുകൾ വഴിയായിരിക്കാം, ചില ആളുകൾ നമ്മുടെ ലൈഫിൽ വരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഓർ നിങ്ങളുടെ ലൈഫിലും അങ്ങനെ വേണം, അല്ലെങ്കിൽ നിങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ചില സഡൻ ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാവുന്ന ചില തിരിച്ചറിവുകൾ, പെട്ടെന്ന് ഉണ്ടാവുന്ന ചില വോയിസ് നിങ്ങളുടെ ലൈഫിൽ 2024 ഒരുപാട് ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾ വലിയ വലിയ ആക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ഒരു വർഷമാണ് 2024. ആൻഡ് ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ.
വളരെ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് എൻറ്റയർ ഈ ഒരു വർഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങൾ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ എന്തെങ്കിലും ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഓർ എന്തെങ്കിലും അതോറിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ടീച്ചിങ് ആയിരിക്കാം. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു വർഷമാണ്. ഓക്കെ, കുട്ടികളായിട്ട് നിങ്ങൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കുട്ടിത്വം ഒരുപാട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഹോം ഫീലിങ്സ് തരുന്ന ആളുകള് ഓക്കെ സേഫ് ആയിട്ട് തോന്നുന്ന ഒരു വർഷമാണ് 2024. ഗ്രൂപ്പ് നമ്പർ 1 ഗെറ്റ് റെഡി. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ലൈഫിൽ വളരെ വിലമതിക്കാനാവാത്ത ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓർ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ ചില റീകണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്, ചില അൺഎക്സ്പെക്ടഡ് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ആൻഡ് മേജർ ആയിട്ട് വളരെ ഡീപ്പ് ആയിട്ടുള്ള ചില കണക്ഷൻസ് 2024 നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വർഷമാണ് 2024. മാർക്ക് മൈ വേർഡ്സ്, ഗ്രൂപ്പ് നമ്പർ 1 2024 നിങ്ങൾ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, വളരെ ഡീപ്പ് ആയിട്ടുള്ള നിങ്ങളുടെ മറക്കാനാവാത്ത ഓർമ്മ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട്. ഓക്കെ, സോ നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകളായിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആളുകളുടെ വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആൻഡ് സി നിങ്ങളുടെ കൂടെ ഫിസിക്കലി ഒരാൾ നിങ്ങളുടെ കൂടെ ലൈഫിൽ ഉണ്ടാവും. ഈ ഒരു വർഷത്തെ ഒരു വലിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കേട്ടിട്ട് മാത്രമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോവാണ്. ഓക്കെ, മേ ബി നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ലൈഫ്, നല്ലൊരു ഫ്രീഡം, ഓക്കെ, നല്ല കോൺവെർസേഷൻ, നല്ല സംസാരങ്ങൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ ലാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. സംസാരങ്ങളായിരിക്കാം വളരെ സോഫ്റ്റ് ആയിട്ട് മേ ബി നിങ്ങൾ ആരുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരും സംസാരിച്ചോളണമെന്നില്ല. ഓക്കെ, സംസാരം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങള് വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ആരുടെ അടുത്തെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഹേർട്ട് ആയിട്ടുള്ള ട്രോമയായിട്ട് കിടക്കുന്ന സിറ്റുവേഷൻസോ ഉണ്ടെങ്കിൽ സംസാരം കൊണ്ട് നിങ്ങൾ ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അത്ര ഇഷ്ടം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യത്തിന്റെ ആ ഒരു പ്രസൻസ്, ആ ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അത് സ്വന്തമാക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു വർഷം. ഓക്കെ, സോ ഒന്നും നിങ്ങൾ വില കുറച്ച് കാണരുത്. നിങ്ങളുടെ ലൈഫിൽ ഈ വർഷം നിങ്ങൾ ഏൺ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് മെസ്സേജ് ആണ്. ഓക്കെ, സോ പുതിയ എക്സ്പീരിയൻസ് ഗ്രൂപ്പ് നമ്പർ 1 2024 നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ റിയാലിറ്റിയിൽ വരുന്ന ഒരു ടൈമാണ് 2024. ഈ വർഷം നിങ്ങളുടെ ലൈഫിൽ എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ട കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അത് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാനുള്ള ഒരു കരേജ് 2024 നിങ്ങൾ കാണിക്കണം. ഓക്കെ, കാരണം 2024 നിങ്ങൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങൾക്ക് വളരെ വില മതിക്കാനാവാത്ത കാര്യമായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ചില ആളുകളായിരിക്കാം. മേ ബി നിങ്ങളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷനിലോ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കണക്ഷൻ, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഓർ ചില കാര്യങ്ങൾ നിങ്ങൾ ഈവൻ അത് നിങ്ങളുടെ ഹാബിറ്റും ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കുറച്ച് കാലമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ 2024 നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങളത് റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യാന്നുള്ളത് നിങ്ങൾക്കുള്ള ഒരു വലിയൊരു മെസ്സേജ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. ഓക്കെ, കാരണം 2024 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ അലോ ചെയ്യണം. നിങ്ങൾ പുതിയ ഫ്രണ്ട്ഷിപ്പിലേക്ക് നിങ്ങൾ അലോ ചെയ്യണം. ചില ആളുകൾ നിങ്ങൾ പുതിയ ജോബ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു പാസ്റ്റിലൊരു ജോബ് സിറ്റുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടിട്ട് നിങ്ങൾ പുതിയ എന്തെങ്കിലും ജോബ് സിറ്റുവേഷനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇത്ര കാലം ഡീൽ ചെയ്യുന്ന ആളുകള്, സിറ്റുവേഷൻസ്, ഓക്കെ, നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഗ്രൂപ്പ് നമ്പർ 1. സോ 2024 വരുന്ന സമയത്ത് നിങ്ങൾ അതേ പാറ്റേൺ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഇമോഷൻസിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചില ബ്രേക്ക് ആക്ച്വലി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം 2024 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ്. നിങ്ങൾ
പല കാര്യങ്ങളും നിങ്ങൾ കണ്ണ് തുറന്ന് കാണുന്ന ഒരു വർഷമാണ് 2024. ഓക്കെ, സോ അവിടെ എല്ലാ കാര്യങ്ങളും, ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത്, ചില റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് വരണം എന്നുള്ളതല്ല. പക്ഷെ 2024 നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അലോ ചെയ്യണം, പഠിക്കണം. ചില സിറ്റുവേഷൻസ്, ചില കാര്യങ്ങള് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്താണ് ചിലതൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ പറ്റി മനസ്സിലാക്കാൻ സാധിക്കാം. ഓക്കെ, ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് ഗ്രോ ചെയ്യുന്നുണ്ട് 2024. റൈറ്റ്, നിങ്ങൾ വളരെ എൻഗേജ്ഡ് ആവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ, നിങ്ങളുടെ ഫാമിലി ആയിട്ട് തോന്നുന്ന ആളുകളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ഒരു ജോബൊക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ ജോബൊക്കെ കംപ്ലീറ്റ്ലി വിട്ടിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, നാട്ടിൽ സെറ്റിൽ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരിക്കണം, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് തീരുമാനിച്ചിട്ടുള്ള ചില പ്ലാൻ, ഓർ നിങ്ങളുടെ പാഷൻ ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില വ്യക്തികൾ ഉണ്ടായിരിക്കണം. സോ ചില ഫ്രണ്ട്ഷിപ്പിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത്, ചില കണക്ഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് അവിടെ നിങ്ങൾ എടുക്കുന്ന മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള, നിങ്ങളുടെ ഒരു പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കൂടെ നിങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരിക്കണം. അത് മേ ബി എന്തെങ്കിലും സർവീസ് ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ടീച്ചിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓർ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ബിസിനസ് എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഓർ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാണ്. ഓക്കെ, മനസ്സിലാക്കുക, ഈ വർഷം നിങ്ങൾ പുതിയ പുതിയ ആളുകളെ കണക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളുടെ ജീവിത ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു വർഷമാണ് 2024. നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ചില ഹാബിറ്റ്സ് ഓർ ചില തോട്ട്സ് നിങ്ങൾ ആക്ച്വലി 2024 നിങ്ങൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, മേ ബി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ചില ആളുകളുടെ ഒരു സിറ്റുവേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടുതൽ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒന്നും കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ടായിരിക്കണം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളായിരിക്കണം എന്നില്ല. ഓൾറൈറ്റ്, ഓർ നിങ്ങളുടെ ഒന്ന് കൂടുതൽ ശീലങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് ഡ്രെയിൻഡ് ആക്കുന്നുണ്ട്, നിങ്ങളുടെ എനർജീസ് ഒരുപാട് ഡ്രെയിൻഡ് ആക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആക്കുന്ന കാര്യത്തിൽ നിന്നൊക്കെ കൂടുതൽ ക്ലാരിറ്റി കിട്ടിയിട്ട് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക്, റൈറ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ വർഷം. ഓൾറൈറ്റ്, അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ചേഞ്ച് ആണ്. ആൻഡ് എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കോൺസെപ്റ്റിലൊക്കെ ഒരുപാട് ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനത്തെ ആളുകൾ മാത്രം, എല്ലാവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നല്ല. കാരണം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ കൂടുതൽ ആളുകൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തൊരു മേജർ ആക്ഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ ഒരു കാർമിക് സൈക്കിൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിട്ടുന്ന ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാര്യം, വില മതിക്കാനാവാത്ത കാര്യം, എന്താ പറയാ, കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുക എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാണ്, ഡോണ്ട് ഫീൽ ഗെറ്റ് ഒഫൻഡഡ്. ഓക്കെ, കാരണം 2024 നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 1. സോ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു പെയിൻ, നിങ്ങളുടെ ഒരു പാസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു പെയിൻ, നിങ്ങളൊരു സിറ്റുവേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യൂ. ഓൾറൈറ്റ്, സ്പിരിച്വലി നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യൂ. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന്, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആക്കുന്ന ഇതുവരെ നിങ്ങൾ ചെയ്തതൊക്കെ ഓക്കെ, കാരണം ഈ വർഷം നിങ്ങൾക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ടിങ് പോലെയാണ്. ഓക്കെ, നമ്പർ 1 2024 നിങ്ങൾക്ക് ഒരുപാട് ഫേവർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്, നിങ്ങളുടെ ഫ്രണ്ട് പോലെയാണ്. കാരണം ആ ഒരു വില മതിക്കാനാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാവുന്നത് തന്നെയായിരിക്കാം. ഓക്കെ, അതൊരു ചെറിയൊരു കാര്യമായിട്ട് എടുക്കാതിരിക്കുക. കാരണം നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് അതൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നഷ്ടപ്പെടുന്ന സമയത്താണ് നമുക്കത് വലിയ ബുദ്ധിമുട്ട്, പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് കണക്ട് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ ചേഞ്ചസ് 2024 സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1 സ്പിരിച്വൽ സ്ട്രെങ്ത്.
Alright, again it's a confirmation. നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. പാഷൻ ഇഗ്നൈറ്റഡ്, നിങ്ങളുടെ എന്തെങ്കിലും മേജർ വിഷ്, ഓക്കെ, നിങ്ങളുടെ ഒരു ട്രഷർ നിങ്ങൾക്കത് കിട്ടുന്നുണ്ട്. ആ ഒരു ഫയർ ത്രൂ ഔട്ട് ദിസ് ഇയർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ആ ഒരു ഫയർ ആണ്, ഒരു ബേണിംഗ് ഡിസയർ. ഓക്കെ, നിങ്ങൾക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോവാണ്. ആ ഒരു കുട്ടിയുടെ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് അംഗീകാരം ഉണ്ടാവുന്നുണ്ട് ചില പ്ലേസിൽ നിന്ന്. ഓക്കെ, സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് ഇത്ര ഇന്റൻസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ആരൊക്കെയോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് ഫെമിലിയർ ആവാൻ പോവാണ്. ഗ്രൂപ്പ് നമ്പർ 1, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാവാൻ പോവാണ്. ഗ്രൂപ്പ് നമ്പർ 1, your 2024 and see group number 1, crown chakra. Okay, 2024 is definitely your year. ഓക്കെ, സോ ചില കാര്യങ്ങൾ 2024 സംഭവിക്കുന്ന ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ചിലത് സംഭവിക്കേണ്ടതായിട്ടുണ്ട്, ചില പാറ്റേൺ എൻഡ് ആവേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതലൊക്കെ പഠിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ പൊസിഷനിൽ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഗ്രൂപ്പ് നമ്പർ 1 2024 സംഭവിക്കുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ചേഞ്ചസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത്ര നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലില് ഫിനാൻഷ്യൽ സ്റ്റൈലിലൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോസ്പെരിറ്റി, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഹിഡൻ ടാലന്റ് ഓർ നിങ്ങളുടെ എന്തെങ്കിലും പാഷൻ നിങ്ങൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലോലി അതിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് വരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. കാരണം നിങ്ങൾ പുതിയ ആ ഒരു കാര്യം കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കാം, നിങ്ങളുടെ അത്ര ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇന്നർ ടാലന്റ് ആയിരിക്കാം. ഓൾറൈറ്റ്, അത് നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാറുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇത്ര കാലം എങ്ങനെയായിരുന്നു പോയിട്ടുള്ളത്, അങ്ങനെയല്ലേ 2024 നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ഡ്രെയിൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി റിലേഷൻഷിപ്പ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ ഓർ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു രീതിയിലല്ല നിങ്ങൾ നിന്നിട്ടുള്ളതും നിങ്ങൾ ആളുകളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതും ഉണ്ടായിരിക്കാം. ഓക്കെ, മനസ്സിലാക്കുക, 2024 നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ടൈമാണ്. ആളുകൾ അത് മനസ്സിലാക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും ഓക്കെ, സോ നിങ്ങൾ മേ ബി ലൈക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓർ ജോബ് ആയിരിക്കാം. ഓക്കെ, വർക്ക് പ്ലേസ് ആയിരിക്കാം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് മാത്രമുള്ള കാര്യങ്ങൾ നിങ്ങൾ 2024 നിങ്ങൾ അത് അനുഭവിക്കാൻ പോവുകയാണ്. ഒന്നും നിങ്ങളുടെ ലൈഫിൽ 2024 നിങ്ങൾക്ക് ഈവൻ ഒരു ചെറിയൊരു സന്തോഷമാണെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വില മതിക്കാനാവാത്ത ഗിഫ്റ്റ് ആണ്. ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് ഫയർ, സൺ ഒരുപാട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സൺലൈറ്റ് ഒക്കെ നിങ്ങളുടെ എനർജി ഒരുപാട് റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫയർ, തീ, സൺലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഈ വർഷം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഓറ വളരെ ബ്രൈറ്റ് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങളുടെ സ്കിന്നിനൊക്കെ കൂടുതൽ ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഈ വർഷം വരുത്തുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, ചില കാര്യങ്ങൾ ഹീൽ ആവുന്നുണ്ട്, ചില കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിന് ഓർ നിങ്ങൾ എന്താണ് ഹെൽത്ത് സിറ്റുവേഷൻ അതൊക്കെ മാറ്റിമറിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ, ആ ഒരു വെളിച്ചം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാണ്, ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ, കാരണം അതുകൊണ്ടാണ് ചില ആളുകൾ നിങ്ങളുടെ ഒരു ബാഡ് ഹാബിറ്റ് ഒക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ്. ഓക്കെ, എവിടേക്കാണോ നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആക്കുന്നത് അതൊക്കെ ലൈക്ക് നാച്ചുറലി നിങ്ങളുടെ ശരീരത്തിൽ നിന്നേ പോവാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നേ പോകുന്നുണ്ട്. സോ ആ ഒരു പ്യോർ ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങളുടെ ഉള്ളിലും പുറത്തും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, സ്കിൻ, ഹെയർ, ഓൾറൈറ്റ്, ഓർ നിങ്ങളുടെ ഫിംഗേഴ്സ്. ഓൾറൈറ്റ്,
സോ ഇതുപോലത്തെ ഒരു പ്രത്യേകതയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ഒരു കാൻഡിൽ കത്തിച്ചു വെക്കുക, അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഫയർ ഒക്കെ സൺലൈറ്റ് ഒക്കെ നിങ്ങൾ പെട്ടെന്ന് എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നാച്ചുറലി നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നുണ്ട്, ഫയറിലേക്ക് നിങ്ങൾ അട്രാക്ട് ആവുന്നുണ്ട്. സോ ലൈക്ക് കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ അതുപോലെ സ്കിൻ കെയർ ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ഫയർ ഒക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എസ്പെഷ്യലി അങ്ങനെ ഒരു വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ, ലവ് റിലേഷൻഷിപ്പ്, ഓൾറൈറ്റ്, ഓർ നിങ്ങളുടെ ജോബ് പ്രൊമോഷൻ. Okay, so that is message group number 1. Hope you like this reading. Let's move to group number 2 now. Hey group number 2, year 2024. What major blessings are coming for you, group number 2? Group number 2 key select ചെയ്തിട്ടുള്ള ആളുകള് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്ന ചില ലൈഫ് മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തട്ടുന്ന, ഹൃദയം തുറക്കുന്ന ചില ലൈഫ് മൊമെന്റ്സ്, അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് റിലേഷൻഷിപ്പിലായിരിക്കാം, ലവ് ലൈഫിലായിരിക്കാം, ഓർ നിങ്ങളുടെ മനസ്സിന് അത്ര സന്തോഷം തരുന്ന ചില കാര്യത്തിലേക്കുള്ള വഴികള് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് 2024. ഓക്കെ, പല കാര്യത്തിലേക്കും വേണ്ടിയിട്ടുള്ള വഴികള്, വാതിലുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾ മാത്രമായിട്ട് പോകേണ്ടതായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടേതായിട്ടുള്ള ജേർണി, ഡിഫറെന്റ് ആയിട്ടുള്ള ജേർണി, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ജേർണി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ലവ് ഓഫർ 2024 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ലവ് ഓഫർ. ഓക്കെ, അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഒരുപാട് ഓപ്പൺ ആവുന്നത്. ഓക്കെ, സോ ചില ആളുകൾ വഴി, ചില സിറ്റുവേഷൻസ് വഴി, ചില കാര്യങ്ങൾ കേൾക്കുന്നതൊക്കെ വഴി, ചില ആളുകൾക്ക് പ്രഗ്നൻസി ഐ എം ഹിയറിംഗ്, ബർത്ത്. ഓക്കെ, മേ ബി നിങ്ങൾ ബർത്ത് കൊടുക്കുന്നുണ്ടായിരിക്കെങ്കിലും കുട്ടികൾ അമ്മമാരൊക്കെ ആവാനുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മ അച്ഛനാവുക. ഓക്കെ, ഓർ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം നിങ്ങളുടെ മനസ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഫാന്റ്. ഓക്കെ, ഒരു ചെറിയ കുട്ടി, ഓർ മേ ബി നിങ്ങളുടെ ഇന്നർ ചൈൽഡ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കീ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് സിറ്റുവേഷൻ കൂടുതൽ മനസ്സിലാക്കി അത് ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്നിട്ടുള്ള ചില ഇമോഷൻസ്, അതിന്റെ ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളത്, അതായത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് സിറ്റുവേഷൻ എന്താന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ ഹീൽ ചെയ്യാനൊക്കെ 2024 നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടിയാവുകയാണ് 2024. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ കുട്ടിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ടിങ്, ഒരു ന്യൂ ബർത്ത് നിങ്ങൾക്ക് മെയിൻ ആണ് 2024. അത് നിങ്ങൾ ഒരാൾക്ക് ബർത്ത് കൊടുക്കുന്നതായിരിക്കാം. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങള്, ചെറിയ കുട്ടികൾ മുതല് ചെറിയ ആ ഒരു കുട്ടിത്തുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു സൈൻ ആണ്. ത്രൂ ഔട്ട് ദിസ് ഇയർ നിങ്ങൾക്ക് അങ്ങനെ കുഞ്ഞു കാര്യങ്ങള്, വളരെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് പെറ്റ്സ് ആയിരിക്കാം, ആനിമൽസിന്റെ ഒക്കെ ഒരു ന്യൂ ബോൺ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. മേ ബി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ബർത്ത് കൊടുക്കുന്നതായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2 the message for you. Close your eyes and tell yourself that you deserve to feel joyful. You can allow joy into your life regardless of the circumstances you currently find yourself in. Alright, exactly. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ആയിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. യു ആർ ബിക്കമിങ് എ പാരന്റ്. ഗ്രൂപ്പ് നമ്പർ 2 അതാണ് ആ ഒരു ബർത്ത്, കുട്ടി, അമ്മ, കുട്ടി, പാരന്റ് സിറ്റുവേഷൻ നിങ്ങൾ കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യു ആർ ദി ബെസ്റ്റ് പാരന്റ്. നിങ്ങൾ 2024 ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ് ആവാണ്. അത് നിങ്ങൾ ഓൾറെഡി അച്ഛന്മാരായിട്ടുള്ള ആളുകളായിരിക്കാം, ഓർ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ, അങ്ങനത്തെ ഒരു ഏജിലല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു പാരന്റ് ആവുന്നുണ്ട്. നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്താണോ ബ്ലോക്ക് ചെയ്യുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ കുറച്ചുകൂടി സെക്യൂർ ആവുന്നുണ്ട്. സെക്യൂർ ആവുന്നത് നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ എന്തെങ്കിലും ബർത്ത്
പ്ലാന്റ് ആയിരിക്കാം, ബർത്ത് ആനിമൽ ആയിരിക്കാം, ഓക്കെ, ഓർ ബേർഡ് ആയിരിക്കാം. നിങ്ങളുടെ ബർത്ത് റിലേറ്റഡ് ആവുന്ന ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യം 2024 നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാകുന്നുണ്ട്. അത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ, നിങ്ങൾക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാകുന്നുണ്ട്. ഇമാജിൻ ഓൾ അൺവാണ്ടഡ് തോട്ട്സ് ഡിസോൾവിംഗ് ഇൻ ടു ലൈറ്റ്, ക്രിയേറ്റിംഗ് റൂം ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് for your life. Alright, നിങ്ങളുടെ തോട്ട്സ് ഒക്കെ നിങ്ങൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു ടൈമാണ്. നിങ്ങൾ കൂടുതൽ റീപ്രോഗ്രാംഡ് ആവുന്ന ഒരു വർഷമാണ് 2024. ഓൾറൈറ്റ്, നിങ്ങൾ കുറെ കാം ആവുകയാണ്. ഓക്കെ, സോ നിങ്ങളുടെ സംസാരമായിരിക്കാം വളരെ പൊലൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ കാം ആയിട്ട്, സോഫ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾ വളരെ ജെന്റിലായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ മേ ബി അത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഇതുപോലെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചേഞ്ച് ഓർ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. വളരെ ജെന്റിലായിട്ടാണ് നിങ്ങൾ ആക്ച്വലി നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഫീലിങ്സ്. ഓൾറൈറ്റ്, നിങ്ങളുടെ സംസാരത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ നേച്ചറിലൊക്കെ ഒരു മാറ്റം, വളരെ സോഫ്റ്റ് ആവുന്ന, വളരെ റഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരത്തില്, സൗണ്ടില് വളരെ കാം, വളരെ പീസ് ആയിട്ട് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ 2024 നിങ്ങൾക്ക് വളരെ കാം ആയിരിക്കാം, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, ലിസൺ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 2 2024 നിങ്ങളൊരു നല്ല ലിസണർ ആണ് നിങ്ങളുടെ തന്നെ. ഓക്കെ, നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തിരുത്തേണ്ടതെന്ന് മനസ്സിലാക്കിയാലേ നമുക്കൊരു ബെസ്റ്റ് പേഴ്സൺ ആവാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, കുട്ടികൾ നിങ്ങളുടെ ലൈഫിൽ വളരെ കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡ് സിറ്റുവേഷൻ ആണെന്നുള്ളത്. ഓക്കെ, സോ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ സെൽഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ കുറവുകൾ ഒക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. ആൻഡ് നിങ്ങൾക്കും നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ആളുകളുടെ അടുത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അങ്ങനത്തെ ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണാം. ആളുകള് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കുട്ടിത്തം കൂടുതൽ മനസ്സിലാക്കുന്നതും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മദർലി ഫീൽ തന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ ഒരു ഫീല് കിട്ടുന്ന ആളുകള്, ഓക്കെ, അത് നിങ്ങളുടെ പാരന്റിന് ആയിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവരുടെ സ്നേഹവും വാത്സല്യമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഈ വർഷം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സ്നേഹം ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആയിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 your 2024 strength. ഗ്രൂപ്പ് നമ്പർ 2, എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നേച്ചർ അങ്ങനെ ആയിരിക്കാം, നിങ്ങളുടെ അപ്പിയറൻസ് അങ്ങനെ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ വളരെ ജെന്റിൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ഉള്ളില്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ഒരുപാട് ഈ വർഷം ഓപ്പൺ ആവുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വേർഷൻ, വളരെ പ്യുവർ ആയിട്ടുള്ള ആ ഒരു സോൾ ആക്ച്വലി നിങ്ങൾ കണക്ട് ചെയ്യാണ്. അത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ഒരു വലിയൊരു ഡോറാണ് നിങ്ങളുടെ ലൈഫിൽ 2024 ഓപ്പൺ ആവുന്നത്. ഓക്കെ, ഡിവൈൻ സപ്പോർട്ട് വളരെ കൂടുതലായിട്ട് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. ട്രസ്റ്റ് മീ, മാർക്ക് മൈ വേർഡ്, നിങ്ങളെങ്കിലും ടച്ച്, കെയർ ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. അത് നിങ്ങളുടെ പാരന്റ്സിന്റെ ആയിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ പാരന്റ് ഒക്കെ നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ഇന്റിമസി കാണിക്കുന്ന ഒരു ടൈം ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യമായിട്ട് അങ്ങനെ ചില ആളുകൾ ആ ഒരു ഇന്റിമസി കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങള് അങ്ങനത്തെ ഒരു ടച്ച്, ചില ആളുകളുടെ ടച്ച് ഒക്കെ ഈ വർഷം നിങ്ങൾ ഒരുപാട് അവേക്കൻ ആക്കുന്നുണ്ട്. ഓക്കെ, സോഫ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എത്ര സ്ട്രോങ്, നിങ്ങൾ എത്ര പരുക്കനാണ് പുറത്തെങ്കിലും ചിലതിൽ നിങ്ങൾ വളരെ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ അത്ര അങ്ങനെ പോകുന്ന ഒരു വർഷമാണ് 2024. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കഴിവും ടാലന്റും ആ ഒരു പവറൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ ഡിസേർവ് ആണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളെ മെൽറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ഒരു വർഷം. ഗ്രൂപ്പ് നമ്പർ 2, യു ഡിസേർവ് ഇറ്റ്. ഗ്രൂപ്പ് നമ്പർ 2, your 2024, what major blessings are coming for you? See, you are safe. All right, so
സോ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓർ നിങ്ങൾ അമ്മയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ പാരന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കുട്ടിത്വം കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ വോയിസ് ഒരുപാട് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സംസാരിക്കുക അങ്ങനെയല്ല, പക്ഷെ നിങ്ങളുടെ വോയിസ് പവർഫുൾ ആവുന്നുണ്ട്, വളരെ സോഫ്റ്റ് ആവുന്നുണ്ട്. റൈറ്റ് പ്ലേസിൽ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങൾ ഈ വർഷം എടുക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾ ഇമോഷൻസ് നിങ്ങൾ കഴിയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ഈ വർഷം നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആവുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെയാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഈ വർഷം ബിഹേവ് ചെയ്യുന്നത്, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. ചില ആളുകളേക്ക് നിങ്ങൾ സേഫ് ബൗണ്ടറി വെക്കുന്നുണ്ട്. ചില പ്ലേസിൽ ചില ആളുകളുടെ അടുത്തൊക്കെ നിങ്ങൾ സേഫ് ബൗണ്ടറി ഒക്കെ വെക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളെ ഇത്ര കാലം എങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതല്ല. ഓക്കെ, നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പൊസിഷനിൽ എപ്പോഴും ആർക്കും നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കല്ല നിങ്ങളുടെ ലൈഫിൽ 2024 നിങ്ങൾ വരുന്നത്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ചില ആളുകളുടെ അടുത്ത് നിന്ന് അത്ര സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്കൊന്നും നിങ്ങളിലേക്ക് അത്ര ഈസി ആയിട്ട് എത്തിപ്പെടാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ചില പ്ലേസിൽ നിങ്ങൾ എത്തുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വളരെ റെയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ട് ചില ആളുകൾക്ക് പെർമിഷൻസ് ഉള്ള ഒരു പ്ലേസിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ തന്നെ സിറ്റുവേഷൻ ആയിരിക്കാം. ലൈഫിൽ റെയർ ആയിട്ട് ചില ആളുകൾ കണക്ട് ചെയ്യുന്ന ചില മൊമെന്റ്സ് 2024 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച്, സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിയുന്നുണ്ട്. ആൻഡ് ഡിവൈൻ, വളരെ കൂടുതൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാവുന്ന ഒരു ടൈമാണ്. ജസ്റ്റിസ് ഉണ്ടാവുന്ന ടൈമാണ്. ഓൾറൈറ്റ്, ആരും നിങ്ങളുടെ അടുത്ത് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ആക്ച്വലി എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു ടൈമില് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സോൾ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ സോൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ, മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ എന്തെങ്കിലും യാത്ര ഓർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ജോബിലായിരിക്കാം, വളരെ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കണം. ലീഡർഷിപ്പ്, നിങ്ങളുടെ ലീഡർഷിപ്പ് ലോ, അഗെയിൻ ലോ, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ലൈക്ക് സിഇഒ ഒക്കെ പോലെ അങ്ങനെ എന്തെങ്കിലും. ജസ്റ്റിസ്, എവിടെയാണോ ജസ്റ്റിസ് ഉള്ളത്, കാരണം ഈ വർഷം മുഴുവൻ നിങ്ങൾ ലോ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും യു ആർ ലൈക്ക് എ ജഡ്ജ്. ഓക്കെ, സോ എക്സാക്ട്ലി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, ചോദിച്ചു വാങ്ങുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ മേ ബി ശീലിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നില്ല. ആൻഡ് സി, നിങ്ങളുടെ വോയിസ് വളരെ വളരെ സ്പെഷ്യൽ ആണ് ഗ്രൂപ്പ് നമ്പർ 2 ഈ വർഷം. ഓക്കെ, മേ ബി നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ വോയിസ് ഒരു ജോബ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അവിടെ കോമ്പീറ്റ് ചെയ്യാൻ വേറെ ഒരാൾക്കും ആരും ഉണ്ടാവില്ല. ഓക്കെ, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് വളരെ, എസ്പെഷ്യലി നിങ്ങൾ സംസാരിച്ചിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ നിങ്ങൾക്ക് ഫേവർ ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാവില് സരസ്വതി വരിക എന്ന് പറയും. ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ക്ലാരിറ്റി കൊടുക്കാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടി ആളുകൾ സംസാരിക്കാനുണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ വർഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. 2024 നിങ്ങൾ ആരെങ്കിലും ഒക്കെ സേഫ് ആയിട്ട് വെക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഒരു വർഷം. ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുക, ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ സംസാരിക്കുക, ആരുടെങ്കിലും ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. മേ ബി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിട്ടുള്ള പല കാര്യങ്ങളും അവേക്കൻ ആവുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്തായിരിക്കാം, നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്തെന്ന് തോന്നുന്ന സമയത്താണ് നമുക്ക് എന്തൊക്കെയോ നമ്മളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെ? അതുപോലത്തെ മൊമെന്റ്സ് നിങ്ങൾ ആരൊക്കെയോ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടീനെ മീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ, കുട്ടിത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ നിങ്ങളത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, ലോ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മേജർ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. 2024 അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ടേണിംഗ് പോയിന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓൾറൈറ്റ്,
ഈ വർഷം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ സപ്പോർട്ട്, ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഈ വർഷം നിങ്ങൾ ചില ഡിവൈൻ മൊമെന്റ്സ്, ഡിവൈൻ ടൈമിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ ഡിവൈൻ പേർപ്പസ് നിങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് വിത്ത് ഡിവൈൻ. ഓക്കെ, അല്ലെങ്കിൽ ചില പ്രോസസ് യൂണിവേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് പോലെ ചില കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യത്തിൽ നിങ്ങൾ ചില ഭാഗങ്ങളാവേണ്ടതായിട്ടുണ്ട്. മേ ബി ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമായിരിക്കാം, നിങ്ങൾ യൂസ്ഡ് അല്ലാത്ത കാര്യമായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു കാര്യമായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മളുടെ ഒരു കർമ്മ എന്ന് പറയും. ഓക്കെ, സോ അങ്ങനത്തെ എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു കപ്പ് ഓഫ് ടീ ആയിരിക്കണം എന്നില്ല. ഓക്കെ, സോ അങ്ങനത്തെ എന്തോ ഒരു കാര്യം 2024 നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഐഡിയാസ് കിട്ടുന്നുണ്ട്. പഠിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് എന്തെങ്കിലും ജോബ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പെർമിഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പെർമിഷൻസിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പെർമിഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്, എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഒക്കെ 2024 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. Alright, group number 2, year 2024. What major blessings are coming for you? What's happening? Rebirths. Okay, so ചില മേജർ കാർമിക് സിറ്റുവേഷൻ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൾറെഡി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങളുടെ ഹാർട്ട് ഒരുപാട് ഓപ്പൺ ആവുന്നത്. ഓൾറൈറ്റ്, സോ വെളിച്ചുണ്ടാവുന്നുണ്ട്, നല്ല പ്രകാശം ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനൊക്കെ. സേഫ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ഹോം ഫീലിങ്സ് വളരെ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ കൂടെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകള് നിങ്ങളുടെ ഒരു സീക്രറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാത്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡോർസ് നിങ്ങൾ ഈ വർഷം തുറക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല വാതിലുകളും നിങ്ങളായിട്ട് തന്നെ പോയി തുറക്കുന്ന അല്ലെങ്കിൽ അതിന് സിറ്റുവേഷൻസ് നിങ്ങൾ ആ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ഇയറും കൂടിയാണ് 2024. സോ അവിടെ ചില ആളുകൾക്ക് നിങ്ങൾ തുറക്കുന്ന ഒരു വാതിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ചില കാർമിക് സിറ്റുവേഷന് നിങ്ങൾ പുറത്തേക്ക് വരാന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരിക്കലും പുറത്തേക്ക് വരാൻ പറ്റില്ല. ചില സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് വളരെ ഡാർക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഒരു വെളിച്ചം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ പല സ്ഥലത്തും അവിടെ തന്നെ സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അവിടുന്ന് വേറൊരു ലൈഫ് ഉണ്ട്, വേറൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കുള്ള ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ 2024 നിങ്ങൾക്ക് ഇതുപോലത്തെ വാതിലുകളാണ് നിങ്ങളുടെ ലൈഫിൽ തുറന്നു വരുന്നത്. ഓക്കെ, ചില കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണ്. ചില കൺട്രിയിലേക്ക് നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ചില നിങ്ങളുടേതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ, എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഫീലിങ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വർഷമാണ്. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് നിങ്ങളെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാനും സാധിക്കുന്നത്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ കണക്റ്റഡ് ആവുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് സമയമായിട്ട് സ്റ്റക്കാണ്, മൂവ്മെന്റ്സ് ഇല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ വളരെ പോപ്പുലർ ആയിട്ട് വരേണ്ട ഒരു വർഷമാണ് 2024. ഫെയിം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, ഫെയിം, സക്സസ്, മീഡിയ ഒക്കെ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മേ ബി നിങ്ങൾ എന്തോ ഒരു കാര്യം, നിങ്ങളുടെ വലിയൊരു പാഷൻ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഓൾറൈറ്റ്, കുറെ കാലത്തിന് ശേഷം നിങ്ങളൊരു ജോബിലേക്ക് വരുന്നതായിരിക്കാം. റെസ്പോൺസിബിലിറ്റി ഇതുവരെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, കാരണം പലതും നിങ്ങൾക്ക് ശീലമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റേജ് പെർഫോം ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആളുകളിൽ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അംഗീകാരം ഉണ്ടാവുന്നുണ്ട്, ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, നിങ്ങൾ എന്റർടൈനർ ആവുന്നുണ്ട്, എന്റർടൈൻ ചെയ്യാനുള്ള കഴിവൊക്കെ ഉള്ള ആളുകളായിരിക്കാം. സോ അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ 2024 എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക്
നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് 2024 യു ആർ ഗോയിങ് ടു റീറൈറ്റ് യുവർ സ്റ്റോറി. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നിങ്ങളെ എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി, ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മസ്റ്റ് ആയിട്ട് ചേഞ്ച് ആക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമായിരിക്കാം 2024. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാം, നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചില ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാത്ത മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. മേ ബി നിങ്ങൾ ആ ഒരു ജസ്റ്റിസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ തന്നെ ലൈഫിലാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാണ്, നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു ടൈമാണ്. ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള മെസ്സേജ് തരുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾ ഡിഫറെന്റ് റിലീജിയനിലേക്ക് മാറുക എന്നുള്ളതല്ല, ഡിഫറെന്റ് റിലീജിയനിലെ ചില രീതികളും ചില വിശ്വാസങ്ങളും നിങ്ങൾ കൂടുതൽ പഠിക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഡിഫറെന്റ് റിലീജിയൻ എന്നുള്ള ആളുകൾ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവിടുന്ന് ഉണ്ടാവുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുക, ഈ വർഷം നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആണ്, നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾക്ക് ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ചില ആൻസർ ഒക്കെ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വരുന്ന ഒരു ടൈമാണ്. നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഓർ എങ്ങോട്ട് പോകണം എന്നുള്ളത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡോറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലോസ്ഡ് ആണ്. ഈ വർഷം നിങ്ങൾക്ക് വളരെ നേരത്തെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ലൈഫിനെ പറ്റിയിട്ട് കൂടുതൽ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മാറി നിൽക്കണം, നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതായിരിക്കാം, ഓർ നിങ്ങളുടെ ജോബിന് വേണ്ടിയിട്ടായിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു വീടായിട്ട് അത്ര കാലം നിങ്ങൾ കരുതിയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്ത് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് ചില ആളുകൾ ഇത്ര കാലം നിങ്ങളുടെ ഫാമിലിയാണ്, നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാണെന്ന് വിചാരിച്ച ആളുകളെയൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രോ ചെയ്യാണ്. കാരണം നിങ്ങളിലാണ്, ഒരാളില്ല നിങ്ങളെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഒരാളും അല്ല നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നതും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് സംഭവിക്കുന്നത്, നിങ്ങളാണ് കൂടുതൽ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് പല പ്ലേസിൽ നിന്നും മാറി നിൽക്കാൻ വളരെ ഈസി ആയിട്ട്, അത്ര കാലമായിട്ട് നിങ്ങൾ ഇമോഷണലി എടുത്തിട്ടുള്ള പല കാര്യങ്ങളും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഒരു വലിയൊരു സീരിയസ് ആയിട്ട് ചിന്തിക്കാതെ നിങ്ങൾക്ക് വളരെ കാമായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഈ വർഷം എന്തെങ്കിലും ഒരു ആനിമൽ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ഗാർഡിയൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ആനിമൽ ആയിരിക്കാം, വൈറ്റ് ആനിമൽ ആയിരിക്കാം, വൈറ്റ് ബേർഡ് ആയിരിക്കാം, ഫെദർ, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഗ്രേറ്റ് സൈൻ ആണ്. ആൻഡ് നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ഓൾറൈറ്റ്, വീട് വിട്ട് മാറി നിൽക്കണം. നിങ്ങളുടെ ഒരു ഇത്ര കാലമായിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ചില ബിലീഫ്, അത് ആളുകളെന്ന് മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ താമസിച്ചിട്ടുള്ള പ്ലേസ്, നിങ്ങൾ നിന്നിട്ടുള്ള പ്ലേസ്. കാരണം നിങ്ങളുടെ ലൈഫ് കൂടുതൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് വഴിയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്, നിങ്ങളുടെ ലൈഫിലേക്കില്ല, നിങ്ങളുടെ പേർപ്പസിലേക്കുള്ള നിങ്ങളുടെ ലൈഫ് ഇന്റൻഷൻ. സോ അങ്ങനത്തെ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാണ് ഈ വർഷം. അത് ടെമ്പററി ആയിരിക്കാം, ഓർ പെർമനന്റ് ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങളുടെ എന്തൊക്കെയോ കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ്, അതാണ് നിങ്ങളുടെ ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വഴിയേ ഉണ്ടായിരിക്കുള്ളൂ. ഓൾറൈറ്റ്, ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നതും ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ തരുന്നതും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ചില സിറ്റുവേഷനിൽ ചില പ്ലേസിൽ നമ്മളല്ലാണ്ട് നമ്മൾ നിൽക്കുകയാണെന്നുള്ളത് നമ്മൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. സോ നമുക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കണം, ഇനി അങ്ങനെ ചെയ്യരുത്, അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് പോകരുത്, ഓർ ഇത് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ
പറ്റില്ല, ഓർ ഇവിടെയില്ല, ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ഹോണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. ഓൾറൈറ്റ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേറെ ചോയ്സ് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരു ഡോർ തുറന്നാലാണ് നിങ്ങൾക്ക് പല കാര്യത്തിലേക്ക്, പല വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കുന്നത്. ആ ഒരു മെയിൻ ആയിട്ടുള്ള ഡോറിലേക്കുള്ള വഴി നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി അതുപോലത്തെ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ആക്ഷൻസ് ഈ വർഷം നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓൾറൈറ്റ്. ചില സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ചില ആളുകളുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി മാറുന്നുണ്ട്. മേ ബി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കണം. കാരണം നിങ്ങൾ വേറെ പ്ലേസിലേക്ക് വരണം. ഓക്കെ. കാരണം നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ അലോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുള്ളത്. ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. സോ ഈ വർഷം നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളതും മെറ്റീരിയൽ ആയിട്ടുള്ളതായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുന്ന ഒരു വർഷം കൂടിയാണ് 2024. ഓൾറൈറ്റ്. നിങ്ങളുടെ ജോബ് ആയിരിക്കാം, എസ്പെഷ്യലി നിങ്ങളുടെ പൊസിഷൻ. നിങ്ങൾ ആക്ച്വലി ഈ ഒരു വർഷം നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഗൈഡൻസ്, സെൽഫ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഒരു ബെസ്റ്റ് പൊസിഷനിൽ നിങ്ങൾ കാണാൻ സാധിക്കുമോ അത്രമാത്രം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ. പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവണം. മേ ബി ലൈക്ക് നിങ്ങൾ സെയിം പ്ലേസിൽ ഇത്ര കാലമായിട്ട് എവിടെയാണോ ജീവിച്ചിട്ടുള്ളത്, ഇത്ര കാലമായിട്ട് നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു, അവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അതൊക്കെ ഇമ്പോസിബിൾ ആണ്, എനിക്ക് അങ്ങനെ സംഭവിക്കുകയില്ല, ഇതൊന്നും എനിക്ക് മാറാൻ സാധിക്കില്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് മാറാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ. സോ നിങ്ങൾ വളർന്നു വന്നിട്ടുള്ളതോ നിങ്ങൾ ഇത്ര കാലം ജീവിച്ചു വന്നിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വർഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കൂടെയും ആ ഒരു ഡിവൈൻ ഗൈഡൻസിന്റെ കൂടെയാണ്. ഓൾറൈറ്റ്. സോ നിങ്ങൾ അതുപോലെ ഡിസിഷൻ ആയിരിക്കാം മേ ബി ഈ വർഷം എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഗ്രൂപ്പ് നമ്പർ 3, യോർ 2024. ഈ വർഷം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? എന്താണ് ഈ വർഷത്തെ പറ്റി നിങ്ങൾക്കുള്ള മെസ്സേജ്? മേജർ ചേഞ്ചസ്. ലെറ്റ്സ് സീ. ഗ്രൂപ്പ് നമ്പർ 3, ഈ വർഷത്തെ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ഒരു സോൾ നിങ്ങളാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. പ്യൂർ സോൾ. കാരണം നിങ്ങൾ എത്ര നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ, അത്ര നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് ഫ്രഷ് ബിഗിനിങ് ആണ്. ചില ആളുകൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ. നല്ല രീതിയിലുള്ള അട്രാക്ഷൻ നിങ്ങൾക്ക് ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. എല്ലാ കാര്യത്തിനോടൊരു കൗതുകം നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു പുതിയ ജേർണിയാണ്. പല കാര്യങ്ങളും ആദ്യമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ. റിലേഷൻഷിപ്പ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം. ആദ്യമായിട്ട് ഇൻകംസ് വരുന്ന ഒരു ടൈം ആയിരിക്കാം. ആദ്യമായിട്ട് നിങ്ങളൊരു ജോലിക്ക് പോയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഏൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. ഒരു ഹസ്ബൻഡ് എന്നുള്ളൊരു ഫീലിങ്സ്, വൈഫ് എന്നുള്ള ഫീലിങ്സ്, ഒരു പുതിയൊരു പ്ലേസിൽ നിങ്ങൾ ചെന്നെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പുതിയ വീടായിരിക്കാം, പുതിയ പ്ലേസ് ആയിരിക്കാം, പലതും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല. സോ ആ ഒരു രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ 2024 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ നിങ്ങൾ വളരെ ലൈറ്റ് ആവുന്നുണ്ട്. ഓക്കെ. ലൈക്ക് വളരെ സോഫ്റ്റ് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ. ഗ്രൂപ്പ് നമ്പർ 3, കാരണം നിങ്ങൾ വളരെ പ്യൂർ ആവുന്നുണ്ട്. നിങ്ങളുടെ ഇന്നസെൻസ് ഒക്കെ വളരെ highlight ആവുന്നുണ്ട്. Alright, what's the message for you, group number 3? What you need to hear? Group number 3, when you pass from this world, you take nothing with you but your soul and the memories you have shared with those you love. Alright, so 2024 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻക്രെഡിബിൾ ആയിട്ടുള്ള മെമ്മറീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം. ഓക്കെ. നിങ്ങളുടെ സോളിന് ഒരുപാട് കംപ്ലീഷൻ 2024 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ്, കണക്ഷൻ, എക്സ്പീരിയൻസ് ആൻഡ് നിങ്ങളുടെ പേർപ്പസ്
ഇന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ സോള് ടച്ച് ചെയ്യുന്ന മൊമെന്റ്സ് നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ ലൈറ്റ് വർക്കേഴ്സ് ആയിരിക്കാം, ലൈക്ക് ടാരോ ട്രീഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഓർ ഹീലർ ആയിരിക്കാം, എന്തെങ്കിലും ലൈറ്റ് വർക്കേഴ്സ് ആയിരിക്കാം, ടീച്ചർ ആയിരിക്കാം, ഓക്കെ, ഓർ ഫിസിയോതെറാപ്പിസ്റ്റ് പോലത്തെ കാര്യങ്ങൾ. കാരണം നിങ്ങളുടെ കൈ, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ ടച്ച് ഒക്കെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ ഈ ഒരു വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് കാരണം നിങ്ങൾ വളരെ ഇന്നസെൻസ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, മീൻസ് ലൈക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതിന്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നുണ്ട്, അതിന്റെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ്, ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് യു ആർ ലൈക്ക് എൻ ഏഞ്ചൽ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ എവിടെ ചെല്ലുന്ന സമയത്തും ഈ വർഷം നിങ്ങളൊരു ബ്ലെസ്സിങ് ആണ്. അല്ലെങ്കിൽ ആളുകളെ നിങ്ങൾ അങ്ങനെ ആ ഒരു പ്രയോറിറ്റി, ആ ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് തരും. ആളുകൾ നിങ്ങളെ വളരെ ലക്കി ആയിട്ട് കാണുന്നുണ്ടായിരിക്കണം. ഓക്കെ, അവർക്കും നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവർക്കും ഒരു ബ്ലെസ്സിങ് ആയിട്ട് അവര് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ കൂടുതൽ അലൈൻഡ് ആവുന്നുണ്ട്. മേജർ ആയിട്ട് 2024 നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാന്ന് മാത്രമല്ല, നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്നൊരു ടൈമാണ് 2024. ഓക്കെ, എന്താണോ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്, നിങ്ങളുടെ സോൾ ഇത്ര കാലമായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്, അത് നിങ്ങൾ വർക്ക് ചെയ്യാണ്, അത് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാക്കുകയാണ്. ഓക്കെ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈമാണ്. Alright, secret admirer. Someone has deeper feelings for you than they are letting on. So, ഈ വർഷം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സീക്രറ്റ് അഡ്മിറർ, ഓക്കെ, അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ്, അത് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ആണ്, അത് നിങ്ങൾക്കുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വർഷം. നിങ്ങൾക്ക് ഒരുപാട് അത് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കത് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, ഒരാളുടെ ഒരു ക്രഷ് ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുക. ചില ആളുകൾക്ക് നിങ്ങളോടുള്ള ഒരു അഡ്മിറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്കും ഒരുപാട് എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു കാര്യമായിരിക്കണം. ചില ആളുകൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടായിരിക്കുക, ആദ്യമായിട്ടായിരിക്കും ഏൺ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓൾറൈറ്റ്, ആദ്യമായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഇൻകംപാരബിൾ ആണ്, അല്ലെ, കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മൊമെന്റ്സ് 2024 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. വളരെ ഡീപ്പ് ആയിട്ടുള്ള ഇന്റിമസി ആയിരിക്കാം, ഓൾറൈറ്റ്, ഓർ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോബ് ആയിരിക്കാം, മെയിൻ ആയിട്ട് നിങ്ങളുടെ പാഷൻ. ഓൾറൈറ്റ്, നിങ്ങളുടെ എക്സ്പ്രഷനിലൊക്കെ ഒരുപാട് ചേഞ്ച് വരും. ഓക്കെ, ലൈക്ക് വളരെ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ചില എക്സ്പ്രഷനൊക്കെ നിങ്ങളുടെ ഫേസിലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നുണ്ട്, അത് ഭയങ്കര ക്യൂട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഇങ്ങനെ അഡോർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങള്, ചില എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് എ റീസൺ നിങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അട്രാക്ഷൻ, അഡ്മയർ ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ചേഞ്ച് ആണ്, ട്രാൻസ്ഫർമേഷൻ ആണ്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈമാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടൈമാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു കൂൾ ആയിട്ടുള്ള ഒരു വർഷമാണ് 2024. ഓക്കെ, കൂളായിട്ട് നിങ്ങൾ പോകുന്ന ഒരു വർഷമാണ്. നിങ്ങൾ എങ്ങനെ പോയാലും നിങ്ങൾ ചില കാര്യങ്ങൾ മിസ്സാവുന്നുണ്ടായിരിക്കണം, മേ ബി ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാണ്ട് പോകുന്നുണ്ടായിരിക്കണം, അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കാം. പക്ഷെ അതിലൊന്നും നിങ്ങൾ വീഴാൻ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ വീഴില്ല. എവിടെയും നിങ്ങൾ ഒന്ന് പതറി പോവുക പോലും ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടാണ് ചില പ്ലേസിൽ നിങ്ങൾ ലാൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എവിടെയും വീഴില്ല. അതാണ് ഈ വർഷത്തെ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അത് ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും, ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും, മെന്റലി, ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും, ഒന്നിനും നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കാൻ സാധിക്കില്ല. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ ഡീപ്പ് ആയിട്ടുള്ള, വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചില ഒത്ര കാലമായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങളൊക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാരേജിന് വേണ്ടിയിട്ട് കുറെ കാത്തിരുന്നിട്ടുണ്ടായിരിക്കണം, ഓർ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരിക്കണം. പ്രഗ്നൻസി ആയിരിക്കാം ചില ആളുകൾക്ക്, ഓർ ജോബ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ കാത്തിരുന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാകാൻ പോവാണ്. Group number 3, your 2024, it's a new, brand new beginning. Alright. See how romantic you are, group number 3. നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ് ഇസ് ഇൻക്രെഡിബിൾ ഈ വർഷം. ഓക്കെ, റൊമാൻറ്റിക് ലൈഫ് എന്ന് മാത്രമല്ല, നിങ്ങൾ ജേർണിയിലാണ്. ഓക്കെ, യാത്രയിലാണ്, നിങ്ങൾ ഫ്രീ സോൾ ആവുകയാണ്.
ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഇതിന്ന് കിട്ടുന്ന യൂണിക്കോണിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സൈൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഫ്രീ സോൾ ആണ്. ഈ വർഷം നിങ്ങൾ ഫ്രീ സോൾ ആണ്. നിങ്ങൾ കെയർ ചെയ്യുന്നില്ല, ബോധർ ചെയ്യുന്നില്ല. ആൻഡ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഓക്കെ, സോ നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് പോലെ. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഒരു ചാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭയങ്കര ചെറിഷ് ചെയ്യുന്ന ആ ഒരു സ്വഭാവങ്ങളൊക്കെ ഫെയ്ഡ് ചെയ്യിപ്പിക്കുന്ന പാസ്റ്റിൽ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവിടുന്ന് നിങ്ങൾ ഈസി ആയിട്ട് ഒരു അറ്റാച്ച്മെന്റോ ഒന്നും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിന്റെ ഒരു ട്രാമ ഒന്നും ഇല്ലാതെ നിങ്ങൾ ഒരു കളങ്കില്ലാതെ നിങ്ങൾ ഇറങ്ങി വരികയാണ് ചില പ്ലേസ് നോക്കി. സോ ചില ആളുകളുടെ അടുത്ത് ചില ലൈഫ് സിറ്റുവേഷന് നിങ്ങൾ അങ്ങനെ ഇറങ്ങി വരികയാണ്. നിങ്ങളൊന്നും കണക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം വിട്ട് കളയുക എന്നുള്ളതല്ല, നിങ്ങളൊന്നും ഓർക്കുന്നില്ല. നിങ്ങളുടെ പാസ്റ്റില് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഓർക്കാത്തത് മേ ബി നിങ്ങളുടെ ലൈഫിൽ 2024 നിങ്ങൾക്ക് അത്ര എക്സൈറ്റ്മെന്റ് തരുന്ന, നിങ്ങൾ അങ്ങനെ ഫ്രീ ആക്കി വിടുന്ന, നിങ്ങളുടെ സോൾ അത്ര ഫ്രീ ആക്കി കൊണ്ടുവരുന്ന ആളുകളോ റിലേഷൻഷിപ്പോ സിറ്റുവേഷനോ ജോബോ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. യാത്രകൾ ഉണ്ടാവുന്നുണ്ട്. മെയിൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ഈ വർഷം നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഒരാൾക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് നിങ്ങളുടെ ഒരു നേച്ചറാണ്. ഓക്കെ, നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക, ട്രാവൽ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില റിട്ടേൺസ് 2024 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്, ഇറക്കി വിടുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇത്ര കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അത് മേ ബി നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണോ പാസ്റ്റിൽ പോയിട്ടുള്ളത്, വലിയ ഇമോഷണലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഇത്ര കാലമായിട്ട്. പക്ഷെ അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വേണ്ട. ഹൗ ക്രേസി ഇറ്റ് ഈസ് ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾക്ക് എന്തൊരു കാര്യം വേണ്ട, നിങ്ങൾ ആരോ മേജറായിട്ട് ഡിസപ്പോയിന്റ് ചെയ്യുന്നുണ്ട് അറിയാതെ. ഓക്കെ, കാരണം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള എന്തോ ഒരു കാര്യം അതല്ല, നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ലൈക്ക് ക്രേസി ഗ്രൂപ്പ് നമ്പർ 3. ആൻഡ് ചില ആളുകൾ നിങ്ങളല്ല. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി മാറുകയാണ്. ഓക്കെ, ഓർ നിങ്ങളെ ഹാപ്പി ആക്കാൻ ഉള്ള ചില കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ ഇത്ര കാലം എന്താണ് നിങ്ങൾ സന്തോഷിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്, അതല്ല നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ വേറെന്തോ ഒരു കാര്യത്തിലേക്ക് 2024 നിങ്ങൾ വേറൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലോ എന്തെങ്കിലും ഒരു ജോബിലോ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഇതാണ് എന്റെ റൈറ്റ് ആയിട്ടുള്ള ജോബ്, ഇതാണ് എനിക്ക് വേണ്ടത്, ഇവിടെയാണ് എനിക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ വലിയ രീതിയിൽ അതിൽ കോ ഡിപ്പെൻഡഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന എക്സ്പീരിയൻസ് അവിടുന്ന് ഉണ്ടായിരിക്കാം. അതിന് എന്തെങ്കിലുമുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഒരുപാട് ഡിസപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ വേറെന്തോ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമായിരിക്കാം, ഇതുവരെ കണക്ട് ചെയ്യാത്തൊരു കാര്യമായിരിക്കാം. ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ കോ ഡിപ്പെൻഡഡ് ആവുന്ന സമയത്ത് നമ്മൾ വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് ആളുകളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, കാരണം നമ്മൾ അതിൽ ഒരുപാട് ഡിപ്പെൻഡഡ് ആണ്, ഇമോഷണലി ഡിപ്പെൻഡഡ് ആയിരിക്കാം. ഇതില്ലാതെ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് എന്റെ ലൈഫിൽ വേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പല രീതിയിലും വേണമെന്നുണ്ടെങ്കിലും ട്രീറ്റ് ചെയ്യപ്പെടാം. നമ്മൾ വലിയ രീതിയിൽ ചില കാര്യങ്ങൾ അനാവശ്യമായിട്ട് എന്റർടൈൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ കംപ്ലീറ്റ്ലി ട്വിസ്റ്റ് ആവുകയാണ്. 2024 നിങ്ങൾ അങ്ങനെ ഇല്ല. ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, ആളുകൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, ആളുകളെ ഷോക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ ലൈക്ക് നിങ്ങൾ കൈവെള്ളയിലെടുത്ത് എന്റർടൈൻ ചെയ്ത് കൊണ്ട് നടന്നിട്ടുള്ള ചില ആളുകളെ കംപ്ലീറ്റ്ലി നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ വേറെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് നിങ്ങൾ വലിയ പ്രഷ്യസ് ആയിട്ട് കൊണ്ട് നടന്നിട്ടുള്ള ഒരു കാര്യം അത് മാറ്റി വേറൊരു കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരിക്കണം. സോ അതുപോലത്തെ ചേഞ്ചസ് ആണ് ആക്ച്വലി 2024 സംഭവിക്കുന്നത്. നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന കാര്യമാണ് എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്. ഓക്കെ, നിങ്ങൾ എൻഗേജ്ഡ് ആക്കി വെക്കുന്നത്. ഐ എം വെരി ഹാപ്പി ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾ വേറെ ലെവലിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ എന്റർടൈൻമെന്റ്, നിങ്ങളുടെ ഹാപ്പിനെസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നുണ്ട്. ഈ സമയത്ത് എന്താണ് നിങ്ങൾ വലിയ രീതിയിൽ ഡിറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത്, അതൊന്നല്ല, അതൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ആവുകയാണ് ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങളുടെ സോൾ വളരെ പ്യൂർ ആവുന്ന സമയത്ത് ചില ആളുകളുടെ ചില സിറ്റുവേഷൻസിന്റെ റൈറ്റ് ഇന്റൻഷൻ എന്താന്നുള്ളത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് എത്രമാത്രം ടോക്സിക് ആണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ
അതൊന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില 2024 നിങ്ങൾക്ക് ചില ഒരു വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യത്തിന്റെ ഇന്റൻഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മാർക്ക് മൈ വേർഡ്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് കാണുന്ന സമയത്ത്, ഓക്കെ, സോ അങ്ങനെ ആയിരുന്നില്ല, ചില കാര്യത്തിന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്ന സമയത്ത് പാനിക് ആവാതിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്തായാലും അങ്ങനെ ആവില്ല. ഓക്കെ, കാരണം നിങ്ങൾ ചില ആളുകളുടെ ഇന്റൻഷൻ, ചില സിറ്റുവേഷൻസിന്റെ ഇന്റൻഷൻസ്, ചില സത്യാവസ്ഥയൊക്കെ നിങ്ങൾ 2024 നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഹേർട്ട് ആവുന്ന ഒരു ടൈം ആയിരിക്കാം. ഓക്കെ, അത് കുറച്ച് വിഷമം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ അങ്ങനെയല്ല, സ്റ്റോറി അങ്ങനെയല്ല പോകുന്നത്. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഓർമ്മയെ ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഒരു ട്രോമ, നമ്മളൊരു വലിയൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു അതിനുണ്ടായിട്ടുള്ള വിഷമങ്ങൾ നമുക്കൊരു ട്രോമയായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല. അതിനെ പറ്റി ചിന്തിക്കുന്നത് പോലുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റി ചിന്തിച്ചാൽ യാതൊരു വിഷമം ഉണ്ടാവില്ല. ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 3 യോർ 2024. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ട് പെരുമാറുന്ന ഒരു ടൈമാണ്. ഓക്കെ, കുറച്ച് ബുദ്ധിയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണ് എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ, അത് എന്തോ ലൈക്ക് റിലേഷൻഷിപ്പ് ഓർ ജോബ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കാം. നിങ്ങൾ അത്ര എക്സൈറ്റ്മെന്റിൽ അല്ലെങ്കിൽ നിങ്ങൾ അത്ര പീക്കിൽ കൊണ്ടുവെക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ കണ്ണുകൾ ഉടക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കത് വേണം, ആ ഒരു കാര്യം വേണം. അതാണ് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുന്നത്. ഓക്കെ, സോ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ അത്ര എക്സൈറ്റ്മെന്റ് ആയിട്ട് ശ്രമിക്കുന്ന ഒരു ടൈമാണ്. ഒരാൾക്കും ഗ്രൂപ്പ് നമ്പർ 3 ഒരാൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരാൾക്ക് നിങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല, നിങ്ങൾ അങ്ങനെ നിൽക്കൂല. ഓക്കെ, കുറച്ച് ഇനീഷ്യലി നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ അതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കുക. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരണം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആവണം. ആൻഡ് ഓൾ ഓഫ് സഡൻ നിങ്ങൾ അതിന് പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ കൂടുതൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഓർ മേ ബി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഒരു അബാൻഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓവർഫ്ലോ, സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ഈ വർഷം നിങ്ങൾ ഒരുപാട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇൻ ആൻഡ് ഔട്ട് നിങ്ങൾക്ക് നിങ്ങളോടും തോന്നുന്നുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടുന്നും റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ഒരു ഫോക്കസ് പോകുന്നത്. ചില ആളുകള് മേ ബി ലൈക്ക് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹസ്ബൻഡ് ആവുക, വൈഫ് ആവുക, ഒരു ഫാമിലിയിലേക്ക് വന്ന് സെറ്റിൽ ആവുക എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങളത് കേപ്പബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സാധ്യമാണോ എന്നുള്ള ചില തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. കാരണം ചില ആളുകൾ നിങ്ങൾ വരുന്നത് ഒരു ഫാമിലിയിലേക്കാണ്. ഓക്കെ, സോ ഒരു റൈറ്റ് റിലേഷൻഷിപ്പിലേക്കാണ്. അവിടെ എന്തൊക്കെയാണോ നിങ്ങളുടെ ഫെമിനൻ ഓർ നിങ്ങളുടെ മാസ്കുലിൻ ക്വാളിറ്റി ടച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആക്കുന്ന, നിങ്ങളുടെ റൈറ്റ് എനർജിയിലേക്ക് അലൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന്റെ ഭാഗമായിട്ട്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വരുത്തുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് വളരെ ജെന്യൂൻ ആയിട്ടുള്ള, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിൽ ഈ വർഷം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. വിത്തിൻ 3 months ടൈം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന്, നിങ്ങളുടെ ലൈഫിലെ ഒരു മേജർ ഇവന്റിന് നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലെ ചില ആളുകളുടെ ലൈഫിൽ ഒരു മേജർ ക്യാരക്ടർ നിങ്ങൾ ആവുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ലൈക്ക് എ മദർ, ലൈക്ക് എ ഫാദർ ഓർ ലൈക്ക് എ ലവർ. ഓൾറൈറ്റ്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മേജർ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സി വിഷ് കം ട്രൂ. ഹു ആർ യു ഗ്രൂപ്പ് നമ്പർ 3? ഹു ആർ യു? സി ലൈക്ക് വാട്ട്, ലൈക്ക് ചില സമയത്ത് നിങ്ങൾ വളരെ ഒരു ഫ്രീ സോൾ ആവുന്നുണ്ട്, ചില സമയത്ത് നിങ്ങൾ സെറ്റിൽ ആവുന്നുണ്ട്. ഓക്കെ, സോ ചില സമയത്ത് നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ മൈൻഡ് എന്താണെന്നുള്ളത്. ഒരേ രീതിയിൽ പോവാന്നുള്ളതല്ല, നിങ്ങൾ ആക്ച്വലി പല പല കാര്യങ്ങളും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഈ വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ഒരു രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യില്ല, നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് പലതും ഓക്കെ ലൈക്ക് ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് എന്തൊക്കെയാണോ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾ തോന്നുന്നത്, ഒന്നും നിങ്ങൾ ഒരു രീതിയിലും കൺട്രോൾ ചെയ്യുന്നില്ല. ആൻഡ് സീ ഹൗ യു ആർ കമ്മിങ് ബാക്ക്.
ഗ്രൂപ്പ് നമ്പർ 3 ഇറ്റ്സ് എ കംപാക്ക്. ഓക്കെ, നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു കംപാക്ക് ആണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു കംപാക്ക് ആണ് സംഭവിക്കുന്നത്. ഇറ്റ്സ് എ കൺഫർമേഷൻ. ഓക്കെ, സോ ഒരു സക്സസ് എന്ന് പറയാൻ പറ്റില്ല, ബിയോണ്ട് ദാറ്റ്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ചില മൊമെന്റ്സ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഫീലിങ്സ്. ഓക്കെ, സോ ഒരു ലൈക്ക് മേജർ കംപാക്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു ടൈമാണ് 2024. നിങ്ങൾ മേജർ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മേജർ ആയിട്ടുള്ള സക്സസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് 2024. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു പവർ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്മാർട്ട് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട് ചില പ്ലേസിൽ. റെയർ ആയിട്ട് ആളുകൾ ശ്രമിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അധികം ആളുകൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും പൊസിഷൻസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 3 യു ഗോണ വിൻ ദ സിറ്റുവേഷൻ and see the romantic life. Group number 3, partnership. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾക്ക് ചില കണക്ഷൻസ്, ചില ആളുകളോടുള്ള ഒരു കണക്ഷൻസ് ഒന്നിനും അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ചില റൊമാൻസ് നിങ്ങളുടെ ലൈഫിൽ 2024 നിങ്ങൾ മസ്റ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്, റീകണക്ട് ചെയ്യണം. ചില ആളുകൾ അത് റീകണക്ട് ചെയ്യണം. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വളരെ ഇന്റൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള ചില കണക്ഷൻസ് ഒരു ടൈമിൽ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കണക്ട് ചെയ്യുന്നതായിരിക്കാം. അതിന്റെ ബെസ്റ്റ് വേർഷനിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ടിപ്പ് നമ്പർ 3, what you need to hear the truth. ഡെഫിനറ്റ്ലി ഈ ഒരു സത്യം നിങ്ങളെ പറ്റിയിട്ടാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ട്രൂത്ത്, നിങ്ങളുടെ സോൾ, നിങ്ങളുടെ പേർപ്പസ്, മെയിൻ ആയിട്ട് നിങ്ങളുടെ പേർപ്പസ് ഒക്കെ നിങ്ങൾ ഹൈലി കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓൾറൈറ്റ്, സി നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യമില്ല. 2024 നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോകും. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾ സ്റ്റബേൺ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സ്റ്റബേൺ ആണ്. അവിടെ ഒരാൾക്കും ഒരു രീതിയിലും നിങ്ങൾ വിചാരിക്കാതെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ആളുകളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫേസ് ഡെഫിനറ്റ്ലി ഈ വർഷം നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് നിങ്ങൾ മനസ്സിലാക്കി മാറ്റി നിർത്തും. ചിലത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സാക്രൽ ചക്ര ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ള ആളുടെ പ്രസൻസ് ഈ വർഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ഇഷ്ടമുള്ള കണക്ഷൻസ്, ഇഷ്ടം തോന്നുന്ന മൊമെന്റ്സ്. ഓക്കെ, എസ്പെഷ്യലി റൊമാൻറ്റിക് സിറ്റുവേഷൻ ഒക്കെ. അത് ഈവൻ നിങ്ങൾ ഏത് ഏജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിന്റെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ലൈഫ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വർഷമാണ്. സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ട് തോന്നുന്ന എന്തും ആയിരിക്കാം, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വർഷമാണ് 2024. ഓക്കെ, സോ നിങ്ങളുടെ എന്തെങ്കിലും ഡിസബിലിറ്റി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു കുറവായിട്ട് കാണുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ഓവർകം ചെയ്യാണ്. മേ ബി നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റില്ല, മീൻസ് ലൈക്ക് അവര് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടായിരിക്കുക. മേ ബി അവരുടെ വാക്കുകൾ സ്നേഹം കൊണ്ടായിരിക്കാം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പക്ഷെ അതൊക്കെ നിങ്ങളെ ഏതൊക്കെയോ രീതിയിൽ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ സേഫ് ആയിരിക്കില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതെല്ലാം നമ്മുടെ ഒരു വിശ്വാസം, അതെല്ലാം നമ്മുടെ ഒരു നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയല്ല, ഇങ്ങനത്തെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ആളുകളുണ്ട്. മേ ബി അവരുടെ ഇന്റൻഷൻ ജെന്യൂൻ ആയിരിക്കാം, ചില ആളുകളുടെ ഇന്റൻഷനെ നിങ്ങളുടെ അടുത്ത് ജെന്യൂൻ ആവുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങളെ ലിമിറ്റ് ചെയ്തിട്ടുള്ള ചില ആളുകളുടെ വിശ്വാസത്തിൽ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. ഓക്കെ, സോ അതുപോലത്തെ ഒരു മേജർ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഫ്രീ സോൾ ആണ്. ഈ വർഷം നിങ്ങൾ ഫ്രീ സോൾ ആണ്. നിങ്ങൾ പോകേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിലും ലൈക്ക് ഒരാളുടെ അടുത്ത് നിങ്ങൾ പെർമിഷൻ ചോദിക്കില്ല, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കേൾക്കൂല. ബിക്കോസ് യു നോ ദാറ്റ് ഈസ് റൈറ്റ് ഫോർ യു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. അലോ യുവർ സെൽഫ്. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിലും ഗോ വിത്ത് ദാറ്റ്. ഓക്കെ, കാരണം ഈ വർഷം നിങ്ങളുടെ സോൾ ഒരുപാട് പ്യുവർ ആവുന്നുണ്ട്, സോളിന്റെ ഇന്റൻഷൻ ജെന്യൂൻ ആവുന്നുണ്ട്, സോളിന്റെ ഇന്റൻഷൻ റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഒരു ഫ്രീഡം നിങ്ങൾ കൊടുക്കുക. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 3. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.